വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ പരീക്ഷകളിൽ പി എസ് സി ആവർത്തിച്ച ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്, കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പുതിയ CRT ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. അതുപോലെ പി എസ് സി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസേഴ്സിൻ്റെ റിവിഷൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പി എസ് സി ആവർത്തിക്കുന്ന ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട CRT പാഠഭാഗങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖ പ്രകാരം ഇന്ത്യ എന്നാൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആമുഖ പ്രകാരം നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത് എങ്ങനെയാണെന്നുള്ളത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക് ആണ് അല്ലേ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? പസോമജറി അല്ലേ. പസോമജറി എന്ന് വെച്ചാൽ എന്താണ്? പരമാധികാര, സോഷ്യലിസം അല്ലേ, സോഷ്യലിസ്റ്റ്, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക് എന്നാണ്. പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക് എന്നാണ്. അപ്പോൾ ഇതിന് ആൻസർ ഏതാണ് വരുന്നത്? 3 ആണല്ലേ വരുന്നത്. ഓൺലി 3 ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലേ, ഏതാണ് തെറ്റിതിൽ? തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന നോക്കാം. രാജ്യത്തിന് വേണ്ടി പൊരുതുവാൻ ഏതർത്ഥത്തിലും സന്നദ്ധമായിരിക്കുക. അതെന്താണ്? മൗലിക കർത്തവ്യങ്ങളിൽ വരുന്നതാണ്. ഏത് പ്രായത്തിലുള്ള കുട്ടികളുടെയും വിദ്യാഭ്യാസം ചെയ്യിക്കേണ്ടത് എല്ലാ രക്ഷിതാക്കളുടെയും കടമയാണ് എന്ന് പറയുന്നത് എന്താണ്? മൗലിക കർത്തവ്യമാണ്. വോട്ട് ചെയ്യുക എന്നുള്ളതും എന്താണ്? ഓരോ പൗരൻ്റെയും കടമയാണ്. അതും എന്താണ്? മൗലിക കർത്തവ്യമാണ്. അപ്പോൾ ഇതിൽ ഒന്നും വരുന്നില്ല അല്ലേ. ഓൾ ഓഫ് ദ എബോവ് 1, 2, 3 ഇതൊന്നും എന്താണ്? തെറ്റായ പ്രസ്താവനകളിൽ വരുന്നില്ല. ഒക്കെ ശരിയായതാണ് അല്ലേ. രാജ്യത്തിന് വേണ്ടി പൊരുതുവാൻ ഏതർത്ഥത്തിലും സന്നദ്ധമായിരിക്കുക. ഏത് പ്രായത്തിൽ കുട്ടികളെയും വിദ്യാഭ്യാസം ചെയ്യിക്കേണ്ടത് എല്ലാ രക്ഷിതാക്കളുടെയും കടമയാണ്. വോട്ട് ചെയ്യുക എന്നുള്ളത് ഓരോ പൗരൻ്റെയും കടമയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ 8 പ്രധാന കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. ശരിയാണോ അത്? ശരിയാണോ? ശരിയാണല്ലേ. 8 പ്രധാന കമ്മിറ്റികളാണ് ഭരണഘടന നിർമ്മാണ സഭയിൽ 8 പ്രധാന കമ്മിറ്റികളായിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നതാണ് ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ്. അതും ശരിയാണ്. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന് പറയുന്നത്. നെഹ്റു ആയിരുന്നോ? അല്ല അല്ലേ. ആരായിരുന്നു? അംബേദ്കർ അല്ലേ. BR അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. അപ്പോൾ ഇതിലേതാണ് തെറ്റായത്? ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. 1ഉം 2ആണ് ശരി. നെഹ്റു അല്ല, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു BR അംബേദ്കർ ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 8 പ്രധാനപ്പെട്ട കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റി ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് ആരാണ്? രാജേന്ദ്ര പ്രസാദ് ആണ് അല്ലേ. രാജേന്ദ്ര പ്രസാദിനെയാണ് സ്ഥിരം അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? അംബേദ്കർ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ശരിയാണോ? ശരിയാണല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു അത് തെറ്റായിരുന്നു. ജവഹർലാൽ നെഹ്റു അല്ല, അംബേദ്കർ ആണ്. അപ്പോൾ അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകൾ സുതാര്യമായിരുന്നു. അതും ശരിയാണ്. ഓൾ ഓഫ് ദ അബോവ് 1, 2, 3 ശരിയാണ് കേട്ടോ. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആണ്. അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകൾ സുതാര്യമായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാനഡ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ആശയങ്ങൾ ഏതൊക്കെയാണ്? കാനഡയിൽ നിന്നും ഏതാണ് കടം കൊണ്ടതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് കാനഡയിൽ നിന്നും എടുത്തിട്ടുള്ളത്? ഏതൊക്കെയാണ്? അർദ്ധ ഫെഡറൽ സമ്പ്രദായം, അതുപോലെ ശിഷ്ടാധികാരങ്ങൾ എന്നിവയും കാനഡയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഏതൊക്കെയാണ്? അർദ്ധ ഫെഡറൽ സമ്പ്രദായം, ശിഷ്ടാധികാരങ്ങൾ. നിർദ്ദേശക തത്വങ്ങൾ എവിടെ നിന്ന് എടുത്തിട്ടുള്ളതാണ്? നിർദ്ദേശക തത്വങ്ങൾ ഏതാണ്? മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? അയർലാൻഡിൽ നിന്നാണ് അല്ലേ. നിർദ്ദേശക തത്വങ്ങൾ എടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? അയർലാൻഡിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? അർദ്ധ ഫെഡറൽ സമ്പ്രദായം, ശിഷ്ടാധികാരങ്ങളുമാണ് കാനഡയിൽ നിന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1ഉം 2ഉം അല്ലേ. 1ഉം 2ഉം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചുവടെ ചേർക്കുന്നവയിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഏതൊക്കെയാണ്? ചൂഷണത്തിനെതിരെയായുള്ള അവകാശം എന്ന് പറയുന്നത് എന്താണ്? മൗലിക അവകാശമാണോ?
മൗലിക അവകാശങ്ങൾ പറയുന്നത് എവിടെ തൊട്ട് എവിടെ വരെയാണ്? ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണല്ലേ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ഭാഗം വരുന്നത്. പാർട്ട് 3ലാണ് വരുന്നത്. ഇനി ചൂഷണത്തിനെതിരായുള്ള അവകാശം ഏതിലാണ് പറയുന്നത്? ചൂഷണത്തിനെതിരായുള്ള അവകാശം 23, 24 ചൂഷണത്തിനെതിരായുള്ള അവകാശം. ബാലവേല നിരോധനം അതുപോലെ തന്നെ അടിമത്തം നിരോധിക്കുക എന്ന് പറയുന്ന വകുപ്പുകളാണ് ചൂഷണത്തിനെതിരായുള്ള അവകാശത്തിൽ വരുന്നത്. അത് മൗലിക അവകാശമാണ്. ഇനി സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ഏതിലാണ് വരുന്നത്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ഇതിലാണ് വരുന്നത്. 29, 30 സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ന്യൂനപക്ഷ താല്പര്യങ്ങൾ ന്യൂനപക്ഷവുമായിട്ട് വരുന്ന ഒരു ആർട്ടിക്കിളായിരുന്നു. ഈ സാംസ്കാരിക വിദ്യാഭ്യാസപരമായ അവകാശത്തിലാണ് ഇത് വരുന്നത്. ഓക്കെ, 29, 30 സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ഇനി സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് മൗലിക അവകാശങ്ങളിൽ വരുന്നുണ്ടോ? ആദ്യം ഉണ്ടായിരുന്നു മൗലിക അവകാശങ്ങളിൽ, പിന്നീട് അത് മാറ്റിയില്ലേ? ഏത് ഭേദഗതി പ്രകാരമാണ് ചോദിക്കാറുണ്ടല്ലോ? ഏത് ഭേദഗതി പ്രകാരമാണ്? 1978 44-ാം ഭേദഗതി പ്രകാരം എന്താക്കി മാറ്റി? പാർട്ട് 12ലാണ് മാറ്റിയത്. എന്തിലേക്ക്? 300A എന്താക്കി മാറ്റി? നിയമാവകാശമാക്കി മാറ്റി. 1978 44-ാം ഭേദഗതി പ്രകാരം പാർട്ട് 12 300A നിയമാവകാശമാക്കി മാറ്റി സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ തെറ്റായതാണ്. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. 1ഉം 2ഉം ആണ് ശരി അല്ലേ? ഓൺലി 1ഉം 2ഉം ആണ് ശരി. സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് 1978 44-ാം ഭേദഗതി പ്രകാരം പാർട്ട് 12 300A നിയമാവകാശമാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? എന്താണ്? ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമുണ്ടെന്ന് പറയുന്നുണ്ട്. ശരിയാണോ? തെറ്റാണല്ലേ? ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല. ഇന്ത്യ ഒരു മതത്തെയും സ്വാധീനിക്കുന്നില്ല. ശരിയാണ്. ഇന്ത്യ എല്ലാ മതങ്ങളെയും ഒരുപോലെയാണ് കാണുന്നത്. അപ്പോൾ 2, 3 ഇതിൽ വരുന്നത്, ശരിയായതിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളീയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? കേരളീയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് കേരളീയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവന? ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവമാണ് കേരളീയം. കേന്ദ്ര ഗവൺമെൻറ് ആണിത് സംഘടിപ്പിച്ചത്. കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവം എന്ന് പറയുന്നതും കേന്ദ്ര ഗവൺമെൻറ് സംഘടിപ്പിച്ചത് ഏതാണ്? കേരളീയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ്. 1ഉം 2ഉം ഇതിൽ ശരി വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഇതിൽ ഏതാണ് ശരിയായ പ്രസ്താവന? ഏതാണ്? സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ആണ്. ശരിയാണ്. ഐക്യരാഷ്ട്ര സംഘടന സർവ്വരാഷ്ട്ര സഖ്യത്തിൻ്റെ പിൻഗാമിയാണ്. അതും ശരിയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു പ്രധാന ഘടകമാണ് സുരക്ഷാ സമിതി. അതും ശരിയാണ്. അപ്പോൾ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ആണ്. ഐക്യരാഷ്ട്ര സംഘടന സർവ്വരാഷ്ട്ര സഖ്യത്തിൻ്റെ പിൻഗാമിയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് എന്താണ്? സുരക്ഷാ സമിതിയാണ്. അപ്പോൾ 1, 2, 3 ഇതിൽ ശരിയായ പ്രസ്താവനകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസ മൗലിക അവകാശമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? ഇത് ഏത് ആർട്ടിക്കിളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഏതാണ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകുക എന്ന് പറയുന്നത് ഏത് ആർട്ടിക്കിളായിരുന്നു? ആർട്ടിക്കിൾ 21A അനുച്ഛേദം 21A 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകുക എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്താണ്? ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്താണ്? ഏതാണ് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പറയുന്നത്? ഏതാണ് ഭാഗം? ഏതാണ്? ഭാഗം 4A മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പറയുന്നത് ഭാഗം 4A. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷത്തിലാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏതാണ് വർഷം? 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ഇന്ത്യയിലെ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷത്തിലാണ്? വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? 2005 ഒക്ടോബർ 12. 2005 ഒക്ടോബർ 12 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12.
ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമായി അല്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ്. ഏതാണ്? അനുച്ഛേദം 21. അനുച്ഛേദം 21 വ്യക്തി സ്വാതന്ത്ര്യവും ജീവിക്കുന്നതിനുള്ള അവകാശത്തെ കുറിച്ചിട്ട് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്നും എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഏതാണ് ഭേദഗതി? 1978 44-ാം ഭേദഗതിയിൽ 1978 44-ാം ഭേദഗതി പ്രകാരം പാർട്ട് 12 300 നിയമാവകാശമാക്കി മാറ്റിയില്ലേ സ്വത്തവകാശത്തെ കുറിച്ചിട്ട് പറയേണ്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? ഹൈക്കോടതിയാണ് അല്ലേ. സംസ്ഥാനങ്ങളിലെ ഉയർന്ന കോടതി എന്ന് പറയുന്നത് ഏതാണ്? ഹൈക്കോടതിയാണ്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ആരായിരുന്നു അധ്യക്ഷൻ? ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യ ആണല്ലേ. ഇന്ത്യ എഴുതപ്പെട്ടിട്ടുള്ളത് അമേരിക്കയ്ക്കും ഇന്ത്യക്കാണുള്ളത്. അമേരിക്ക എന്ന് പറയുന്നത് ഏറ്റവും പഴക്കമേറിയതാണ്. അമേരിക്ക എന്ന് പറയുന്നത് ഏറ്റവും ബൃഹത്തായത് ഏതാണ്? ഇന്ത്യയാണ്. നെക്സ്റ്റ്, ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നില്ല. പരമാധികാരം, സ്ഥിതി സമത്വം, റിപ്പബ്ലിക് ഒക്കെ എന്താണ് ആമുഖത്തിൽ പറയുന്നത് അല്ലേ. പസോമജറി നമ്മൾ നേരത്തെ പറഞ്ഞു. പരമാധികാര, ജനാധിപത്യ, സോഷ്യലിസ്റ്റ്, റിപ്പബ്ലിക് അല്ലേ, മതേതരത്വ റിപ്പബ്ലിക് എന്ന് പറയുന്നതാണ് എന്താണ് പസോമജറിയിൽ, അതായത് ആമുഖത്തിൽ പറയുന്നത്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗമാരാണ്? ആരാണ്? മലയാളി സർദാർ KM പണിക്കരാണ് മലയാളിയായ അംഗം എന്ന് പറയുന്നത്. എന്നാൽ ഫസലലി ആരാണ്? അധ്യക്ഷനായിരുന്നു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ ചോദിക്കുകയാണെങ്കിൽ ഫസലലിയാണ്. മലയാളി ചോദിക്കുകയാണെങ്കിൽ KM പണിക്കരാണ്. HN ഖുസ്രുവും അതിൽ ഉണ്ടായിരുന്ന ഒരു അംഗമാണ്. HN ഖുസ്രു ഉണ്ടായിരുന്നു. അപ്പോൾ HN ഖുസ്രു, ഫസലലി, KM പണിക്കരാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗമായിട്ടുള്ള ആൾക്കാർ. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഏതാണ് തെറ്റ്? കേരള നിയമസഭ 1992 കേരള പഞ്ചായത്തി രാജ് നിയമം പാസ്സാക്കി എന്ന് പറയുന്നുണ്ട്. അത് തെറ്റാണ്. 1993 പാസ്സാക്കിയിട്ടുണ്ടായിരുന്നത്. കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളും 152 ബ്ലോക്ക് പഞ്ചായത്തും നിലവിലുണ്ട്. ശരിയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ്? MP രാജേഷ് ആണ്. അതും ശരിയാണ്. അപ്പോൾ ഒന്നാണ് ഇതിൽ തെറ്റ് വരുന്നത്. കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തും 152 ബ്ലോക്ക് പഞ്ചായത്തും ഉണ്ട്. അതുപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ആണ്. ദേശീയ തലത്തിലും ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനം ഏതാണ്? ദേശീയ തലത്തിൽ, ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനം ഏതാണ്? ലോക്പാൽ ആണല്ലേ. ലോക്പാലാണ് ദേശീയ തലത്തിലുള്ള സ്ഥാപനം എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ലോക്പാലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചു. ഏതാണത്? ശരിയാണല്ലേ. ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഗാന്ധിജി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി എന്ന് പറയുന്നുണ്ട്. ലാഹോർ സമ്മേളനത്തിൽ ഗാന്ധിജി ആയിരുന്നോ കോൺഗ്രസ് പ്രസിഡന്റ്? നെഹ്റു ആയിരുന്നു അല്ലേ. നെഹ്റു ആയിരുന്നു കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങുവാൻ ആരംഭിച്ചിട്ടുണ്ട്, അത് തീരുമാനിച്ചിട്ടുണ്ട്. അതും ശരിയാണോ? അപ്പോൾ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചു. സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങുവാനായിട്ട് തീരുമാനിച്ചു. ആരായിരുന്നു? നെഹ്റു ആയിരുന്നു കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാണ് തെറ്റായത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏവ? ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏവ? ഏതാണ് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ? ഏതൊക്കെയാണ്? കേദാ സമരവും അതുപോലെ തന്നെ ചമ്പാരൻ സമരമാണ് അല്ലേ. 1917 ചമ്പാരൻ സമരം നടക്കുന്നത്. കേദാ സമരം 1918. അത് രണ്ടാണ് ആദ്യകാല സമരങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഹോം റൂൾ സമരം 1916 നടക്കുന്നത്. പക്ഷേ ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ എന്ന് ചോദിച്ച കാരണം എന്താണ്? ചമ്പാരൻ സമരവും കേദാ സമരവും ആണ് വരുന്നത്. അപ്പോൾ അതിലേതാണ്? 1, 3 ഇതിൽ ശരി. നെക്സ്റ്റ്, ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ ആരാണ്? ആരൊക്കെയാണ് അംഗമല്ലാതിരുന്ന വ്യക്തികൾ? അംഗമല്ലാതിരുന്ന വ്യക്തികൾ ആരൊക്കെയാണ്? നമുക്കറിയാം, ക്യാബിനറ്റ് മിഷനിൽ AV അലക്സാണ്ടർ ഉണ്ടായിരുന്നു. സർ സ്റ്റിഫോർഡ് ക്രിപ്സ് ഉണ്ടായിരുന്നു അല്ലേ, അംഗമായിരുന്നത്. മൗണ്ട് ബാറ്റൺ പ്രഭുവും ഇർവിൻ പ്രഭുവും ഒന്നും അംഗമല്ലായിരുന്നു. 1, 2 തെറ്റാണ്. അപ്പോൾ AV അലക്സാണ്ടറും സ്റ്റെഫോർഡ് ക്രിപ്സ് ആണ് ക്യാബിനറ്റ് മിഷനിൽ അംഗമായിരുന്ന വ്യക്തികൾ.
നെക്സ്റ്റ് സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയതെന്നാണ് 1798 അത് നടപ്പിലാക്കിയല്ലേ. റിച്ചാർഡ് വെല്ലസ്ലിയാണ് നടപ്പിലാക്കുന്നത്. കേഴ്സൺ പ്രഭു ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, തെറ്റാണ്. റിച്ചാർഡ് വെല്ലസ്ലിയാണ് നടപ്പിലാക്കുന്നത്. അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണമെന്ന് പറയുന്നത് ശരിയായ പ്രസ്താവനയാണ്. 1798 നടപ്പിലാക്കിയത്. റിച്ചാർഡ് വെല്ലസ്ലിയാണ് നടപ്പിലാക്കിയത്. അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണം. അപ്പോൾ രണ്ടാമത്തെ ആൻസറാണ് തെറ്റായത് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ചേർത്ത് പറയപ്പെട്ട പേരുകൾ ഏതൊക്കെയാണ്? ഏതാണ്? മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും അല്ലേ. 1ഉം 4ഉം 1ഉം 4ആണ് ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ചേർത്ത് പറയുന്ന പേരുകൾ. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തു നിന്ന് സ്വീകരിച്ചാണ്? നേരത്തെ പറഞ്ഞു, ഏതാണ്? അയർലാൻഡിൽ നിന്നാണ് അല്ലേ. അയർലാൻഡിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. നെക്സ്റ്റ്, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന പ്രദേശം ഏതാണ്? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം പ്രകാരം ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടന്നത് എവിടെയാണ്? മണിപ്പൂരിലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി ആരാണ്? ഇന്ത്യൻ ഭരണ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തിയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് അല്ലേ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനിലാണ് ആദ്യമായിട്ട് വിവരാവകാശ നിയമം നടപ്പിലാക്കിയത്. താഴെ പറയുന്നവയിൽ മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളത് ആർക്കാണ്? മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളത് ആർക്കാണ്? പാർലമെന്റിനാണ് അല്ലേ. പാർലമെന്റിനാണ് മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാനുള്ള അധികാരം പാർലമെന്റിനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് സുപ്രധാന കേസിൽ വിധി പറയുമ്പോഴാണ് ഇന്ത്യൻ സുപ്രീം കോടതി മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിൽ വിരുദ്ധതയില്ല, ഒന്ന് മറ്റൊന്നിന് പൂരകമാണെന്ന് പരാമർശിച്ചത്? ഏതാണ്? മൗലികാവകാശങ്ങളും നിർദ്ദേശങ്ങളും തമ്മിൽ വിരുദ്ധതയില്ല, ഒന്ന് മറ്റൊന്നിന് പൂരകമാണെന്ന് പരാമർശിച്ചത് ഏത് കേസായിരുന്നു? കേശവാനന്ദ ഭാരതി vs കേരള സംസ്ഥാനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടാർക്കുണ്ട കമ്മിറ്റി, ദിനേശ് ഗോസ്വാമി കമ്മിറ്റി, ഇന്ദ്രജിത് ഗുപ്ത കമ്മിറ്റി എന്നീ കമ്മിറ്റികളെല്ലാം ഇന്ത്യയിലെ ഒരു സുപ്രധാന പ്രശ്നമാണ് പഠന വിധേയമാക്കിയത്. ഈ കമ്മിറ്റികളെല്ലാം പൊതുവായി പരിശോധിച്ച അന്വേഷണ വിഷയം ഏതാണ്? അന്വേഷണ വിഷയം ഏതാണ്? ഇലക്ഷൻ പരിഷ്കാരങ്ങളെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് ടാർക്കുണ്ടി കമ്മിറ്റി, ദിനേശ് ഗോസ്വാമി കമ്മിറ്റി, ഇന്ദ്രജിത്ത് ഗുപ്ത കമ്മിറ്റി. നെക്സ്റ്റ്, മാൻഡമസ് റിട്ടുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ പരിഗണിക്കുകയാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? മാൻഡമസ് എന്ന പദം സാഹിത്യപരമായി അർത്ഥമാക്കുന്നത് കൽപ്പന അല്ലെങ്കിൽ ആജ്ഞയാണ്. ശരിയാണല്ലേ. ശരിയാണ്. മാൻഡമസ് സ്വകാര്യ വ്യക്തികൾക്കെതിരായിട്ട് പുറപ്പെടുവിക്കുന്നതാണല്ലോ, സ്ഥാപനങ്ങൾക്കെതിരെയാണല്ലോ, അല്ലെങ്കിൽ എന്താണ് പൊതുകടമ നിർവഹിക്കാൻ വിസമ്മതിക്കുന്ന ആൾക്കാർക്കെതിരെയുള്ളതാണ്. അപ്പോൾ മാൻഡമസ് സ്വകാര്യ വ്യക്തികൾക്കെതിരായിട്ട് പുറപ്പെടുവിക്കുന്നതല്ല, അതും ശരിയാണ്. ഇന്ത്യൻ പ്രസിഡന്റിനെതിരായിട്ട് മാൻഡമസ് പുറപ്പെടുവിക്കാം എന്ന് പറയുന്നുണ്ട്. ശരിയാണോ? അല്ല, തെറ്റാണത്. ഇനി പൊതുകടമ നിർവഹിക്കാൻ വിസമ്മതിക്കുന്ന അധികാരികളോട് പ്രവൃത്തി നിർവഹണത്തിനായിട്ട് മാൻഡമസ് ഉപയോഗിക്കുന്നുണ്ട്, അതും ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഏതാണ്? വോട്ടർ പട്ടിക തയ്യാറാക്കുക എന്ന് പറയുന്ന ചുമതലയാണല്ലേ, ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലയാണ്. തെരഞ്ഞെടുപ്പ് തീയതികളും ഷെഡ്യൂളുകളും പ്രഖ്യാപിക്കുക, രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുക, പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ രാഷ്ട്രപതിയെ ഉപദേശിക്കുക. അതൊക്കെ എന്താണ്? ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലകളാണ്. വോട്ടർ പട്ടിക തയ്യാറാക്കുക, തെരഞ്ഞെടുപ്പ് തീയതികളും ഷെഡ്യൂളുകളും പ്രഖ്യാപിക്കുക, രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുക, പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ രാഷ്ട്രപതിയെ ഉപദേശിക്കുക എന്നൊക്കെ എന്താണ്? എന്തിൽ വരുന്നതാണ്? ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലയാണ്. നെക്സ്റ്റ്, കേരളത്തിലെ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. നോക്കാം. 2008 ഉത്തരവാദിത്ത ടൂറിസം പദ്ധതികൾക്ക് കേരളത്തിൽ തുടക്കം കുറിക്കുന്നത്. ശരിയാണ്. 2018 ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിക്ക് കേരളത്തിൽ തുടക്കം കുറിക്കുന്നത്. പ്രാദേശിക ജനങ്ങളുടെയും സമൂഹങ്ങളുടെയും ക്ഷേമവും മെച്ചപ്പെട്ട സാമ്പത്തിക നേട്ടങ്ങളും വളർത്തിയെടുക്കുന്നത് ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ ലക്ഷ്യമാണ്. അത് ശരിയാണ്. സാമൂഹികവും പാരിസ്ഥിതികവും സാമ്പത്തികവുമായ 3 കാര്യങ്ങൾക്കാണ് ഈ പദ്ധതി പ്രാധാന്യം നൽകുന്നത്. ശരിയാണ്. 2013 കുമരകത്തെയാണ് ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിക്ക് യൂലിയസ് അവാർഡ് ലഭിച്ചത്. 2008 തുടക്കം കുറിച്ചു. അതുപോലെ തന്നെ 2013 കുമരകത്ത് ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിക്ക് യൂലിയസ് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ ശരിയാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ അധ്യക്ഷൻ ആരാണ്? കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്.
അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇനിയും ക്ലാസ്സുകൾ ചെയ്യുന്നതായിരിക്കും. ഭരണഘടനയുമായി ബന്ധപ്പെട്ട നമുക്കറിയാം എല്ലാ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് PSC ആവർത്തിക്കുന്ന ചോദ്യങ്ങളുണ്ടായിരിക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമുക്ക് റിവിഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ഇനിയുള്ള പരീക്ഷകളിൽ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ക്ലാസ്സുകൾ ഇനി ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.